വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 1st മാർച്ച്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 3rd മാർച്ച് മുതൽ 7th മാർച്ച് വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ മാർക്കറ്റിൽ നിഫ്റ്റി വലിയൊരു കറക്ഷനോട് കൂടി 671 പോയിൻറ്റ്സ് കൂടെ താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,124 നമുക്ക് കാണാം 22,667 എന്നുള്ള ഒരു മേജറായിട്ടൊരു സപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നതിനേക്കാളൊക്കെ വളരെ താഴെ വന്ന് 22,124 മൂവ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിങ്ങും തേർഡ് ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് കുറേ കൂടി വീക്ക് ആയതുകൊണ്ടും ഒക്കെയുള്ള മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മാർക്കറ്റ് എപ്പോഴും താഴേക്ക് പോകുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും താഴേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു ആ മൂവ്മെൻറ്റിൻ്റെ ഒരു ലാസ്റ്റ് ലെഗിലേക്ക് കടക്കുമ്പോൾ സ്പീഡ് പിന്നെയും കൂടും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഇതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഈ കഴിഞ്ഞ സപ്പോർട്ട് കൂടെ 667 എന്നുള്ള 22,667 എന്നുള്ള സപ്പോർട്ട് കൂടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ വീണ്ടും കുറച്ചുകൂടെ സിവിയറായിട്ടുള്ളൊരു സെൽ ഓഫിലൂടെ മൂവ് ചെയ്തതിന് ശേഷം അടുത്തൊരു മേജർ സപ്പോർട്ട് വരുന്നത് 20,437 ലെവലിലാണ്. ഒരുപക്ഷെ ആ ലെവൽ കൂടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് റീബൗണ്ട് ചെയ്യുന്നത്. ആക്ച്വലി മാർക്കറ്റ് 16,828 തുടങ്ങിയ ആ റാലി കണ്ടിന്യൂ ചെയ്ത് 26,277 വരെ മൂവ് ചെയ്തതിന് ശേഷമുള്ള ഈ കറക്ഷൻ ആ ലെവലിൽ നിന്നുള്ള ഒരു 61.8% ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവലാണ് 20,437 വരുന്നത്. ആ ലെവലിൽ വരെയും ഒരു കറക്ഷൻ തന്നെയായിരിക്കും ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കറിയാം മേജറായിട്ടുള്ള കുറേയധികം സ്റ്റോക്കുകളൊക്കെ വലിയ സെൽ ഓഫിലൂടെ കടന്നു പോയി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിലുള്ള ഈ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളെല്ലാം ഒരു കൺസോളിഡേഷൻ്റെ ഒരു മൂഡിലായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം മേജറായിട്ടുള്ള നല്ല കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുക. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വരും ദിവസങ്ങളിൽ ട്രംപ് മറ്റു രാജ്യങ്ങളുടെ മേൽ ചൈനയിലും മെക്സിക്കോയിലും ഒക്കെ ഏർപ്പെടുത്തുന്ന താരിഫ് മാർച്ച് 4-ാം തീയതി മുതൽ വരികയാണ്. അതുപോലെ തന്നെ ഈ താരിഫ് ത്രട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന് എന്നും ഒരേപോലെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ ഈ താരിഫിൻ്റെ ത്രട്ട് ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ 1-2 മാസം കൂടെ കഴിയുമ്പോഴേക്കും അതൊക്കെ മാറും. അപ്പോൾ വരുന്നൊരു 2-3 മാസം മാർക്കറ്റിൻ്റെ ഒരു കൺസോളിഡേഷന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനുശേഷം മാർക്കറ്റ് വളരെ നല്ല രീതിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കാണാവുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം വന്ന ഫ്രൈഡേയിൽ വന്ന നമ്മുടെ GDP ഡാറ്റ, തേർഡ് ക്വാർട്ടറിൻ്റെ GDP ഡാറ്റ വന്നപ്പോൾ 6.2% ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സെക്കൻഡ് ക്വാർട്ടറിൽ 5.6% മാത്രമായിരുന്നു. അപ്പോൾ GDP വീണ്ടും ഒരു ഗ്രോത്തിൻ്റെ പാതയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും അതും നമുക്ക് ഈ കുംഭമേളയൊക്കെ ഈ 4th ക്വാർട്ടറിൽ വന്നതുകൊണ്ട് തന്നെ 5.5% മുകളിലുള്ള ഒരു GDP ഗ്രോത്താണ് ഈ 4th ക്വാർട്ടറിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിന് GDP ഗ്രോത്ത് ഒരു ആദ്യം തന്നെ തരുന്നൊരു സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ ഈ കറക്ഷൻ്റെ ഒരു ലാസ്റ്റ് ലെഗിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. അവിടെ ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള നമ്മളെല്ലാവരും പാനിക് ആകാതെ മാർക്കറ്റിൽ നമ്മുടെ പോർട്ട്ഫോളിയോസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഒരു കറക്ഷൻ്റെ സമയത്ത് എൻ്റെ പേഴ്സണലായിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്കുകളൊന്നും തന്നെ വിറ്റിട്ടില്ല, വിൽക്കാനും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ലോങ് ടൈം വ്യൂവിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലുണ്ടാകുന്ന കറക്ഷൻസിൽ നമ്മൾ വളരെ പേഷ്യൻസോടുകൂടി സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യണം. പക്ഷേ നമ്മൾ മാർക്കറ്റിൻ്റെ കഴിഞ്ഞ റാലിയിൽ കുറേയധികം സ്റ്റോക്കുകളിൽ നമ്മൾ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുകയുണ്ടായില്ല. അപ്പോൾ അതിൽ നമ്മൾ ഒന്നുകിൽ ഫുൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാവുന്ന രീതിയിൽ 100%-ലധികമൊക്കെ പ്രോഫിറ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കുറേ സ്റ്റോക്കുകളിൽ നമ്മൾ പ്രോഫിറ്റ് പോർഷനാണ് സ്റ്റോക്കുകളിലുള്ളത്. അതേസമയം കുറേയധികം സ്റ്റോക്കുകൾ ഇപ്പോൾ ഒരു മൈനസ് ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ബോധേഡ് ആവില്ല. കാരണം നോഷണൽ ലോസാണ് അത് കാണിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റോക്കുകളെ നമ്മൾ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്ത് മുമ്പുള്ള മാർക്കറ്റ് കറക്ഷൻസിലെല്ലാം ഇതിലും സിവിയർ ആയിട്ടുള്ള കുറേയധികം മാർക്കറ്റ് കറക്ഷൻസിനെ ഞാൻ എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ മാർക്കറ്റിൽ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുണ്ട്.
അങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും നമ്മൾ വളരെ പേഷ്യൻസോടുകൂടി നല്ല പ്രോഡക്റ്റ്സ് ഉള്ള കമ്പനികളെ, നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കമ്പനികളെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതും അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റെല്ലാം പ്രോഫിറ്റിലാകും എന്നുള്ളൊരു കോൺഫിഡൻസും അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളിലുള്ള നമ്മുടെ ഒരു കൺവിക്ഷനുമാണ് പിന്നീട് നമ്മളെ വീണ്ടും പ്രോഫിറ്റിലേക്ക് എത്തിക്കുന്നത്. അത് വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വീണ്ടും പ്രോഫിറ്റിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ചാർട്ട് കാണാം, നമുക്ക് കൃത്യമായിട്ടും ഒരു സപ്പോർട്ട് ലെവൽ ഇനി വരുന്നത് 20,437 ആണ്. ആ ലെവലിൽ ഒരു പക്ഷേ ടച്ച് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സെൽ ഓഫ് കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. മാർക്കറ്റിൻ്റെ സെൽ ഓഫുകളിൽ എപ്പോഴും ലാസ്റ്റ് ലെഗിൽ കുറേ കൂടി ഒരു സിവിയർ ആയിട്ടുള്ള ലെവലിലായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ പല സ്റ്റോക്കുകളും ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ആയിരിക്കും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ പ്രത്യേകിച്ചും മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ SIPകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേയധികം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും പലരും പാനിക്കായിരിക്കും, പലരും SIPകൾ നിർത്തുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കും. പക്ഷേ അവർ സത്യത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ അവർ ഹാപ്പി ആവുകയാണ് വേണ്ടത്. കാരണം കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ ഇടയിലാണ് നിങ്ങൾ SIPകൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളെങ്കിൽ അത് പലതും ഹയർ ലെവലിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് മാർക്കറ്റിൻ്റെ ഇതുപോലുള്ള ഒരു സെൽ ഓഫ് വരുമ്പോഴാണ് നിങ്ങൾക്ക് താഴെ ലെവലിൽ NAVയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഹാപ്പി ആവുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും SIPകൾ നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. അതേസമയം വീണ്ടും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയും വീണ്ടും കുറച്ച് പീരീഡ് ഒരു കൺസോളിഡേഷൻ കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം NAV താഴെ ലെവലിൽ കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നു കഴിയുമ്പോൾ വീണ്ടും മാർക്കറ്റിൻ്റെ അപ്വേർഡുള്ള മൂവ്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ വാല്യൂക്ക് വലിയ ലെവലിലുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളവരൊന്നും ഒരിക്കലും SIPകൾ നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഇപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് 73,198 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ 2,112 ഹെവി ആയിട്ടുള്ള ഒരു സെൽ ഓഫാണ് നമ്മൾ സെൻസെക്സിലും കണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ് 100 ഇൻഡെക്സ് ആണ്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ് 100 ഇൻഡെക്സ് 47,915 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ 2,571 പോയിൻറ്റ്സിൻ്റെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് കൂടെ കാണുകയുണ്ടായി. എന്തായാലും നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് 21.35% ആണ് ഹൈ ആയിട്ടുള്ള 60,925 നിന്നും കറക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആണ്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ 14,700 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 936 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോളോഡ് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ് ഇൻഡെക്സ് 25.81% ആണ് ഇപ്പോൾ ഹയർ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 19,716 നിന്നും കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മേജറായിട്ടുള്ള മാർക്കറ്റ് കറക്ഷൻസിലെല്ലാം ഇതുപോലെയുള്ള സ്മോൾ ക്യാപ് ഇൻഡെക്സ് എല്ലാം ഒരു 25-30% കറക്ഷനിലാണ് അവസാനിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കറക്ഷൻ നമ്മൾ ഈ ലെവലിലുള്ള ഒരു കറക്ഷനിൽ വീണ്ടും നമ്മൾ കുറച്ചുകൂടിയൊക്കെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്ന ഒരു സമയമാണ്. മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് പക്ഷേ റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ ഇല്ല. പക്ഷേ നമുക്ക് ഒരു കൺസോളിഡേഷന് ശേഷം മാർക്കറ്റ് ഇതിന് മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അതിൽ പ്രധാനമായിട്ടും ഈ GDP കഴിഞ്ഞ ദിവസത്തിൽ വന്നത് 6.2% വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസത്തിൽ സെബിയുടെ പുതിയ ചെയർമാനായിട്ട് ഫിനാൻസ് സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെയാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം എക്സ്പീരിയൻസ് ഉള്ളവർ
എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, എസ്പെഷ്യലി ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എയർ ഇന്ത്യയുടെ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട റോൾ ചെയ്തിട്ടുള്ള ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ LICയുടെ പബ്ലിക് ഇഷ്യൂ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഐഡിയ ഉള്ളൊരു വ്യക്തിയാണ്. അതുപോലെ ഇദ്ദേഹത്തിന് നമുക്ക് നോക്കിയാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് അദ്ദേഹം ഹെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് അദ്ദേഹം ഹെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി വരുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേയധികം കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ കാണുന്നു ഓവർ റെഗുലേഷൻസ് മൂലം കുറേയധികം ഇഷ്യൂസും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ആവശ്യമുള്ള റെഗുലേഷൻസും അത് സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പുതിയ സെബി ചെയർമാൻ്റെ കീഴിൽ മാർക്കറ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്കറിയാം, മാർക്കറ്റിൽ കുറേയധികം വോള്യൂമൊക്കെ കുറഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കറക്ഷൻ ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കുറേയധികം സ്റ്റെപ്പുകളും മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതും മാർക്കറ്റിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള താരിഫ് വാറ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചാർജ് എടുത്തതിന് ശേഷം കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഈ ഒരു താരിഫ് ഫയറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല. അപ്പോൾ അതൊരു 2-3 മാസം അതിന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ഓൾറെഡി ഇത്രയധികം കറക്റ്റ് ചെയ്ത മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് മുകളിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. അതുപോലെ ഈ നമ്മുടെ കറൻസി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരാനുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ കമ്പനീസ് ഫോർത്ത് ക്വാർട്ടറിൽ നല്ല ഗ്രോത്ത് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ FIs തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു കൺസോളിഡേഷൻ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെ തുടർന്നുള്ള വാല്യുവേഷൻ നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുള്ള കമ്പനികളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ മാർക്കറ്റ് വീണ്ടും സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെയുള്ള കറക്ഷൻസ് മാർക്കറ്റിൽ ഇൻ്റർമീഡിയൻ്റായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ആ ഫോളുകൾ കണ്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ ക്ഷമയെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ട് തോന്നാം. പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ഷമയെ വളരെ വലിയ രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്ന പല അവസരങ്ങളും ഉണ്ടാവും. അവിടെ നമ്മൾ ആ ഫിയർ ഫാക്ടറിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ മാർക്കറ്റ് ഇനിയും തരും. നമ്മളിപ്പോൾ ഈ മാർക്കറ്റിൻ്റെ വലിയൊരു കറക്ഷൻ്റെ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വോറൻ ബഫയുടെ കോട്ടാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഡിസൈൻഡ് ടു ട്രാൻസ്ഫർ മണി ഫ്രം ദ ആക്റ്റീവ് ടു ദ പേഷ്യൻറ്റ്. ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും മാർക്കറ്റിൻ്റെ ഇതുപോലെയുള്ള കറക്ഷൻ്റെ സമയത്ത് കുറേയധികം പേര് കയ്യിലുള്ള സ്റ്റോക്കുകൾ വിൽക്കാനും അതിനുശേഷം വീണ്ടും താഴെ ലെവലിൽ വാങ്ങാനും ഒക്കെ ശ്രമിക്കും. പലപ്പോഴും പ്രാക്ടിക്കലി അത് നടക്കണമെന്നില്ല. അത് തന്നെ അവസാനം പലപ്പോഴും എൻഡപ്പ് ചെയ്യുക ഹയർ ലെവലിൽ വാങ്ങുകയും താഴെ ലെവലിൽ വിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിലായിരിക്കും പലപ്പോഴും അത് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഇതുപോലെയുള്ള കറക്ഷൻസിൽ ഒരു പക്ഷേ സ്റ്റോക്കുകൾ താഴെ പോകുന്നത് കണ്ട് കുറേയധികം മനസ്സിൽ വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ ലോങ് ടൈം ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിൽ വിൽക്കുക എന്നുള്ളത് മറക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റുകൾ വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് വേണം. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ നല്ല മോശം സമയത്ത് നമ്മൾ ആ കമ്പനിയുടെ കൂടെ നിന്നാലാണ് നല്ല സമയത്ത് നമ്മൾക്ക് ആ കമ്പനിയിൽ നിന്ന് പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. അപ്പോൾ പലപ്പോഴും കമ്പനികളുടെ ഒരു മോശം സമയത്തിലൂടെ കടന്നു പോകും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും മോശം സമയത്തൂടെയൊക്കെ കടന്നു പോകും. പക്ഷേ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരുടെയും ഇപ്പോഴത്തെ ഒരു ചിന്ത ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇതിൽ നല്ലത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അത്രയെങ്കിലും റിട്ടേൺ കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ
സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ FDയുടെ ഇൻട്രസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കരുത്. നമുക്ക് ലോങ് ടൈം ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റാണ് വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. പക്ഷേ പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല ഇവിടെ റിട്ടേൺ നേടുന്നത്. നമ്മൾ ഓവർ എ പീരിയഡാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ പ്രോഫിറ്റ് നേടുന്നത്. അതുപോലെ തന്നെ പല ഇൻവെസ്റ്റേഴ്സായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് സക്സസ്ഫുൾ ആയിരിക്കും പലരും ഇത്രയും നാളും. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ്റെ പീരീഡിൽ ഒരു പക്ഷേ കഴിഞ്ഞ 4-5 മാസത്തിൽ നമുക്ക് റിട്ടേൺ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മറ്റവസരങ്ങൾ തേടി ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷനിലേക്ക് മാറാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ക്യാപിറ്റലിൽ വലിയൊരു ഇറോഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഇൻവെസ്റ്റേഴ്സായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ട്രേഡേഴ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ലോസുകൾ ഇപ്പോൾ പല സ്റ്റോക്കുകളിലുള്ള നോഷണലായിട്ടുള്ള ലോസുകൾ പെർമനൻറ്റ് ലോസുകളായിട്ട് ആയി മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളുടെ എല്ലാ വീഡിയോയിലും നമ്മൾ ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒരു 20% ഒക്കെ മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാരായണ ഹൃദയാലയ എന്നുള്ള NH എന്നുള്ള ട്രേഡിംഗ് സിംബോളുള്ള ഈ സ്റ്റോക്ക് ഇത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്നുള്ള ഇൻഡസ്ട്രീസിലുള്ള സ്റ്റോക്കാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1444 നമുക്ക് നാരായണ ഹൃദയാലയ വരും ദിവസങ്ങളിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ സുവൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1214 ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലുള്ള ഈ സ്റ്റോക്കും നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ തെർമാക്സ് എന്നുള്ള കമ്പനി ഹെവി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള കമ്പനി 3248 ലെവലിലേക്ക് ഒരു വലിയ കറക്ഷൻ ശേഷമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5700 ലെവലിലായിരുന്നു ഈ സ്റ്റോക്ക് ഒരു മുകളിലേക്ക് പോയ സമയത്ത് 5700 മുകളിലൊക്കെ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ 3248 കറക്റ്റ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൽ ഒരു റീബൗണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് 12% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അർച്ചാൻ കെമിക്കൽ 11% ഉയർന്നും, ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ 11% ഉയർന്നും, ചോളമണ്ഡലം ഫിനാൻസ് 10% ഉയർന്നും, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് 8% ഉയർന്നും, ഹോം ഫെസ്റ്റ് ഫിനാൻസ് 8% ഉയർന്നും, JSW ഇൻഫ്രാസ്ട്രക്ചർ 6% ഉയർന്നും, ഷിരാം ഫൈനാൻസ് 6% ഉയർന്നും, AUSF ബാങ്ക് 5% ഉയർന്നും, ഇനോക്സ് 5% ഉയർന്നും, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ 5% ഉയർന്നും, 361 4% ഉയർന്നും, ഏജിസ് ലോജിസ്റ്റിക്സ് 4% ഉയർന്നും, അനന്തരാതി 3% ഉയർന്നും, ചാലേറ്റ് ഹോട്ടൽസ് 3% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും ഈ സ്റ്റോക്കുകൾ കഴിഞ്ഞ മാർക്കറ്റിൻ്റെ ഈ സെൽ ഓഫ് ഉണ്ടായിരുന്ന വീക്കിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തതുകൊണ്ട് ഈ സ്റ്റോക്കുകളിൽ ബൈയിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വീക്കിൽ 22,011.4 crores സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 22,252.1 crore ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ വീക്കിൽ 4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 21 ഫെബ്രുവരിയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് 22,795 24th ഫെബ്രുവരി മാർക്കറ്റ് 242 പോയിൻറ്റ്സ് താഴ്ന്ന മാർക്കറ്റ് 25th ഫെബ്രുവരിയിൽ 5 പോയിൻറ്റ്സ് താഴ്ന്നു. 26th മഹാശിവരാത്രിയുടെ ഹോളിഡേ ആയിരുന്നെങ്കിൽ 27th ഫെബ്രുവരി 2 പോയിൻറ്റ്സ് താഴ്ന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് 28th ഫെബ്രുവരിയിൽ 420 പോയിൻറ്റ്സിൻ്റെ ഹെവി ആയിട്ടുള്ള സെൽ ഓഫാണ് കണ്ടത്. 671 പോയിൻറ്റ്സിൻ്റെ ഹെവി ലോസോടുകൂടിയാണ് കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ കാണാൻ സാധിക്കും ഫെബ്രുവരി മന്തിൽ 1383 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നമ്മൾ ഈ മാസം ഫെബ്രുവരി മന്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കിപ്പോൾ കാണുന്നത് വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ
200 DMA വരുന്നത് 24,073ലും 100 DMA വരുന്നത് 23,822ലും 50 DMA വരുന്നത് 23,291ലും 20 DMA വരുന്നത് 23,060ലുമാണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് വരുന്നത് 22,299ലാണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കുക 22,493, 22,678, 22,862, 23,253, 24,381, 24,955 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 22,299 താഴെ സപ്പോർട്ട് ലെവൽസ് ആയിരിക്കുക 21,930, 21,736, 20,976, 20,437, 19,848 എന്നീ ലെവൽസ് ആയിരിക്കും. മാർക്കറ്റിൻ്റെ കറക്ഷൻ ഇതുപോലെ തന്നെ ഇതേ പേസിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലുള്ള ഒരു സപ്പോർട്ട് ലെവലായിരിക്കും 20,437. അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്ക്ലി റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 23,253യും ലോവർ റേഞ്ച് 21,367 ആയിരിക്കും. മിഡ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 22,299 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈനാൻസ് എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,400 ലെവലിലാണ്. ഈ ലെവലിന് മുകളിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും 1,595 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈനാൻസ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ശ്രീറാം ഫിനാൻസ് ആണ്. ഈ സ്റ്റോക്ക് 617 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്രേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിന് 617 മുകളിലേക്കും ഉള്ള ബ്രേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 707 ആയിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടെക്നിക്കൽക്ക് ശ്രീറാം ഫിനാൻസ് ആണ്. അതുപോലെ നമുക്ക് ഈ ആഴ്ചത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ചമ്പൽ ഫെർട്ട്, അവാന്തി ഫീഡ്സ്, മണപ്പുറം ഫിനാൻസ്, അതുപോലെ UPL എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.